നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഒരു സിനിമ കാണാൻ പോവാണ്, ഒരു മൂവി കാണാൻ പോവാണ്. ഞാനും സുനിലും കൂടിയാണ് പോകുന്നത്. അപ്പം സുനിൽ ഓൺ ദ വേ ആണ്. ഇപ്പോൾ വന്ന ഉടനെ നമ്മൾ ഇറങ്ങും. നമ്മുടെ മണിരത്നം മൂവിയായ സിംബു കമലഹാസൻ ഡുവോ ആയിട്ട് വരുന്ന തഗ് ലൈഫാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഈ സിനിമയെക്കുറിച്ച് കുറേ നെഗറ്റീവ് റിവ്യൂസൊക്കെ കേട്ടു. റിവ്യൂസ് നമ്മളധികം കാണാറില്ല, പക്ഷേ ഞാൻ അറിയാതെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ സിനിമയെക്കുറിച്ച് കുറേ നെഗറ്റീവ് റിവ്യൂസ്, അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള കുറേ റിവ്യൂസ് കേട്ടിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളതിൻ്റെ റിവ്യൂസ് കേട്ട് നമ്മൾ സിനിമ കാണുന്ന ആളുകളല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ആ സിനിമ കാണാൻ പോകുന്നു. നമ്മൾ സിംബു ഫാൻസാണ്. കമലഹാസനെയും ഇഷ്ടമാണ് ഒബ്വിയസ്ലി, പക്ഷേ നമ്മൾ ഹാർഡ് കോർ സിംബു ഫാൻസാണ്. അങ്ങനെ നമ്മൾ തഗ് ലൈഫ് കാണാൻ പോവാണ്. അപ്പം 8:45 സിനിമ, മണി ഇപ്പോൾ 7:15. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി സിനിമയ്ക്ക് പോകുന്നു. എരീസ് പ്ലെക്സിലാണ്. കണ്ടു കഴിഞ്ഞിട്ട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ ബാക്കി തിയേറ്ററിൽ വെച്ച് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് സെഷൻ വളരെ ചുരുക്കി ചെയ്തു, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി ടൈമായി, ലേറ്റായി, പെട്ടെന്ന് ഞാൻ പോയി കുളിക്കട്ടെ. സുനിൽ വരാൻ സമയമായി. ഓക്കെ, കാണാം. ഹലോ ഗൈസ്, സുനിലെത്തിരിക്കുകയാണ്. ത്രില്ല്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംബുവിന്റെ തഗ് ലൈഫ് കാണാൻ പോകുന്നു, അല്ലേ? കമലഹാസൻ നമ്മുടെ ഗുരുവാണല്ലോ, പക്ഷെ സിംബു ആണല്ലോ. നമ്മൾ സിംബു ഫാൻസ് അല്ലേ? പറ. നമ്മളൊക്കെ പണ്ട് പോലെ, നമ്മളൊക്കെ കൊച്ചിലെ മുതൽ സിംബു ഫാൻസ് ആണ്, ഹാർഡ് കോർ സിംബു ഫാൻസ് ആണ്. പണ്ട് മന്മഥനില് സിംബുവിന്റെ മൂക്കിന്ന് ചോര വന്നപ്പോ നമ്മുടെ മൂക്കിന്ന് ചോര വന്നു, ഇല്ലേ? ചിമ്പുവിന് തേപ്പ് കിട്ടിയപ്പോ നമുക്ക് തേപ്പ് കിട്ടില്ലേ? അങ്ങനെ നമ്മൾ കാണാൻ പോവുകയാണ്. ഹോപ്പ്ഫുള്ളി നല്ല സിനിമയാണോ ഇല്ലേന്ന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആണ്. നമുക്ക് നോക്കാം. റിവ്യൂസ് കേട്ട് നമ്മൾ റിവ്യൂസ് കേട്ട് സിനിമ കാണാൻ പോയിട്ടില്ലല്ലോ ഇന്ന് വരെ. ഇല്ല, ഇനി പോയിട്ടുണ്ടല്ലേ? ഇല്ല, നമ്മളങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പോയി കണ്ടിട്ട് നോക്കാം. ഇനിയിപ്പോൾ സിനിമ കൊള്ളൂലെങ്കിലും നമ്മൾ സിംബുവിനെ കണ്ട് എൻജോയ് ചെയ്യും, അല്ലേ? നീ അന്ന് സിംബുവിനെ കണ്ടു? ഇവൻ വലിയ കമലഹാസൻ നേരിട്ട് കണ്ടതാണ്. അത് ഇവന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇവൻ ഇതുപോലത്തെ കുറേ കോർഡിനേഷൻ കമ്മിറ്റീസും കാര്യങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് അവനെ കാണാൻ. നമുക്ക് വീട്ടിൽ നിന്ന് കാണാനല്ലേ പറ്റൂ. കുഴപ്പമില്ല, നമുക്ക് സിംബുവിനെ കാണാം. അപ്പം സമയമായി, ഇപ്പം തന്നെ നമ്മൾ ലേറ്റായി ഉണ്ടല്ലേ? അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് സംസാരിക്കാം ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സിനിമ കണ്ടിട്ട് തഗ് ലൈഫ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂസ് കമൻസൊക്കെ നമ്മുടെ കമൻസിലിടുക. അതെ, നിങ്ങൾ നെഗറ്റീവ് റിവ്യൂസ് ഇട്ടോ, പക്ഷേ ഈ കഷ്ടപ്പെട്ട് പണം എടുക്കുന്നവരെ കൊല്ലുന്ന രീതിയിൽ നെഗറ്റീവ് റിവ്യൂസ് ഇടുക, അല്ലേ? നമ്മുടെ സുനിൽ അളിയന് ഒരു സിനിമാക്കാരനാണ്, അവനൊരു ആക്ടറാണ്. അവനും ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു സിനിമ എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാട് എത്രത്തോളമെന്ന് അവനറിയാം, ഇല്ലേ? അല്ലേ? അപ്പം സിനിമയായിട്ട് കാണാം. അതെ, നമ്മളെ അഭിപ്രായം പറയാം, പക്ഷെ നമ്മൾ പറഞ്ഞ് കൊല്ലരുത്. അങ്ങനെ നമുക്ക് ഒബ്വിയസ്ലി തഗ് ലൈഫ് എന്ന് പറയുന്നത് മണിരത്നം അല്ലേ, കമലഹാസൻ കോംബോ ആഫ്റ്റർ 37 ഇയേഴ്സ് നായകന് ശേഷമാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് അതിൻ്റെതായ എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ അതിനനുസരിച്ച് അത് കേറ്റർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷേ സച്ച് ദാറ്റ് മൂവി ഈസ് എന്താ പറയാ, ഇറ്റ്സ് മെയ്ഡ് ബൈ സർട്ടൻ ലെജൻഡ്സ് മണിരത്നം, ഇല്ലേ? ചിമ്പു. അതെ, പിന്നെ ഇപ്പോഴത്തെ ജെൻസീസിനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് സത്യം. അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? സിനിമ ഈസ് ലൈക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ എന്താ പറയാ, വളരെ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ഇതാണ്, റിലീസാണ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ തിയേറ്റർ വാച്ച്, അതൊരു OTT വാച്ച് അല്ല. അത് നമുക്ക് അറിയാം, അത് ആരും പറയേണ്ട കാര്യം പോലും ഇല്ല. അതെ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അത് നല്ലതും ചീത്ത, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെന്റ്. പക്ഷേ അതെ, we have to go watch the movie in theaters. Yes guys. അപ്പോൾ നമ്മളിതാ എത്താറായി. അപ്പോൾ ബാക്കി നമുക്ക് ഇനി കയറിയിട്ട് ഒരു ഇന്റർവെല്ലൊക്കെ ആകുമ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് വരാം. ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, സിംബു STR റോക്സ്. സുനിൽ പാർക്ക് ചെയ്യാണ് ഗൈസ്. ത്രില്ല് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തത്തില്ല ഗൈസ്. അമ്പോ, നമ്മുടെ STRൻ്റെ കുറേ നാൾക്ക് ശേഷം STRൻ്റെ ഒരു സിനിമ കാണുകയാണ്. എങ്ങനെയാവും നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അങ്ങനെ തിയേറ്റർ എത്തിയിരിക്കുകയാണ്. നമ്മളകത്ത് കയറുന്നു ഗൈസ്. ഇൻ്റർവെല്ലായിരിക്കുകയാണ്.
സോഫാർ ഒന്നും പറയാനില്ല. നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ പറയാനുണ്ട്, കുറച്ച് പറയാനുണ്ട്. സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ ഒന്നും പറയാനില്ല, ഇവിടെ ഫുൾ ഇരുട്ടാണ്. അപ്പം ഫിലിം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. പടം കഴിഞ്ഞ് കൈസ് പറയണേ, എങ്ങനെ ഉണ്ടായിരുന്നേ? നിനക്ക് എന്ത് തോന്നുന്നു ജെന്യുവൻലി? നല്ല സിനിമയായിരുന്നു അല്ലേ? ഗുഡ്. ഭയങ്കര സിനിമ ഒന്നും അല്ല, പക്ഷെ ഒരു ആവറേജ് മൂവി അല്ലേ? ഈ മറ്റേ ഇത്രയും നെഗറ്റീവ് റിവ്യൂ എന്താണെന്ന് നെഗറ്റീവേ ഉള്ളൂ. ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ്. അങ്ങനെ പറയാനൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് വരെ സമയം പോയതേ അറിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് നല്ല ഗ്രിപ്പിംഗ് ആണ്. അതെ, ഫസ്റ്റ് ഹാഫ് നല്ല ഗ്രിപ്പിംഗ് ആണ്, നല്ല റൈറ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫില് കുറച്ച് എവിടേക്ക് ഒരു ലാഗ് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. പക്ഷെ എന്നാലും ആ സ്റ്റോറി കൊണ്ടുപോയി അല്ലേ? ഇമോഷൻസ് എല്ലാം ഹൈ മൊമെന്റ്സ് ഉണ്ട്, ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഫൈറ്റ് സീക്വൻസ് നന്നായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. എല്ലാരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലെ ഒരിടത്തും മിസ്കാസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. സിംബു കമലാസനെ പറയണ്ട, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്. സിംബു നന്നായിട്ട്. സിംബു മറ്റേ നോർമൽ യൂഷ്വൽ ജോണർ അല്ല സിംബുവിന്റെ അല്ലേ? ഡിഫറെന്റ്. ഇതിലെ ഒരേ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്കിത് ഏകദേശം മനസ്സിലാവും. ഇത് പ്രഡിക്റ്റബിൾ ആണ്, ഇതെങ്ങനെ എന്തായിരിക്കും ഇതിന്റെ എൻഡ് എന്നുള്ളത്. പക്ഷെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ അല്ല, കുറച്ചൊരു ചെറിയൊരു ഇതുണ്ടാവും. പക്ഷെ അത് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫൈനൽ ക്ലോസിംഗ് സീൻ ഒക്കെ നല്ല രീതിയിൽ ഇമോഷണലി കണക്ട്. എനിക്ക് വർക്കായി. അങ്ങനെ അത്ര പറയാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ 2. ഇന്ത്യൻ 2 കമ്പയർ ചെയ്തല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിന് മുന്നേ കമലഹാസന്റെ വന്ന ഇന്ത്യൻ 2-നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ 2 ഞാൻ ലിറ്ററലി ഇന്റർവെല്ലിന് ഇറങ്ങി പോയൊരു മനുഷ്യനാണ്. നീ ഇന്റർവെല്ലിന് ഇറങ്ങിപ്പോയല്ലേ? പക്ഷേ അല്ലെ കമലഹാസൻ അന്ന് ആ ഒരു ടൈമിന് ശേഷം ഇപ്പൊ ഇത്രയും നല്ലൊരു പെർഫോമൻസ്. ഒരു കഥ അതിന്റെ ആവശ്യമില്ലായിരുന്നു, ഇന്ത്യൻ 2 ആവശ്യമില്ലായിരുന്നു. ബട്ട് അല്ല, അതൊക്കെ വെച്ച് ഇതൊക്കെ ഫാർ 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 ബെറ്റർ ആണ്. അല്ല, ഇത് നല്ലൊരു പടം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ പറയാം, ഇതൊരു മണിരത്നത്തിന്റെ തന്നെ ചെക്കച്ചവന്ത വാനം അതുപോലെ ആ ഒരു ജോണറാണ്. രാവിലെ ഉള്ളവന്മാര് കണ്ടിട്ടേ ഈ ഡയറക്ടർ എന്ത് ആലോചിച്ചെടുത്ത പടമൊന്നും നീ അത് കണ്ടില്ലല്ലേ? മണിരത്നം എന്ത് അത് നീ കണ്ടു നോക്കണം. മണിരത്നം എന്ത് ആലോചിച്ചെടുത്ത പടമൊന്നും, അതായത് ഒരു വകയ്ക്ക് കൊള്ളില്ല. ഫുള്ള് ലാഗ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നമ്മൾക്ക് മനസ്സിലാകത്തുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോ മനസ്സിലായി കാണത്തില്ല. എന്ത് കണ്ടാറെന്തോ. എല്ലാരും കൊള്ളാം. ദൃശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിംബു മറ്റേ സിംബുവിന്റെ യൂഷ്വൽ സാധനം പിടിക്കുമോന്നായിരുന്നു എന്റെ ഒരു പേടി. പക്ഷെ ഇല്ല, ആ ഒരു സംഭവം പിടിച്ചിട്ടേ ഇല്ല. ഡയറക്ടർ ബ്രില്യൻസ് അവിടെയാണ്. ഓരോ ആക്ടറിനും കറക്റ്റ് മീറ്റർ കൊടുത്തിട്ടുണ്ട്. സിംബുവിന്റെ കറക്റ്റ് മീറ്റേർഡ് ആക്ടിങ് ആണ്. ഇച്ചിരി മുകളിലോട്ടോ താഴോട്ടോ ഇല്ല. ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ളൊരു ആക്ടിങ് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാരും. ദൃശ്യമാണെങ്കിലും അത് മാത്രമല്ല, സാധാരണ ഒരു സിനിമ യൂഷ്വലി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വലിയ ഡയറക്ടറിന്റെ സിനിമ എന്ന് പറയുമ്പോൾ കുറെ വലിയ വലിയ സ്റ്റാർസിനെ കുത്തിക്കയറ്റും, എന്നിട്ട് അവർക്കൊന്നും ഒരു പ്രോമിനൻസും കൊടുക്കൂല. അത് വെച്ച് നോക്കി ഋഷയുടെ അഭിരാമിയുടെ സ്പേസ് ഉണ്ട്, ജോജോ ജോർജിന്, എല്ലാ പെർഫോമൻസും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് വൺ മാൻ കമൽഹാസൻ ഷോ അല്ല ഈ സിനിമ. ഇറ്റ്സ് അബൌട്ട് എവറിബഡി ഇല്ലേ? നല്ല വൃത്തിക്ക് അത്രയും ഈ സിനിമയിൽ വർക്കായിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളല്ലെങ്കിൽ ഇത്ര എടുത്ത് പറയേണ്ട കാര്യമില്ല. ഉണ്ട് ഇന്നത്തെ കാലത്ത് പർപ്പസ്ഫുള്ളി ഡീഗ്രേഡിങ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു. ഏതൊരു സിനിമയും ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇവന്മാർക്ക് എന്താണ് വേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് മനസ്സിലാവും മാത്രം എന്ത്
എന്താണെങ്കിലും നമുക്ക് അപ്പുറത്ത് നിർത്തണേ. അല്ല കുഴപ്പമില്ല, നീ എന്നോട് തിരിഞ്ഞു പോകണല്ലോ, നീ കറങ്ങി നിർത്തിയോ? അല്ല ഞാൻ അങ്ങോട്ടാണ്. അങ്ങോട്ടാണ്. എല്ലാരും കാണാൻ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അതിലൊന്നും ഒന്നും പറയാനില്ല അല്ലേ. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, നല്ല തിയേറ്റർ തന്നെ കാണണം. കാരണം നല്ല സൗണ്ട് ഡിസൈൻ ഒക്കെ അടിപൊളി. അതെ, വർഷങ്ങൾക്ക് ശേഷം കമലഹാസന്റെയും സിംബുവിന്റെയും കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നല്ല ആക്ടിങ് കമലഹാസന്റെ, ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്. കമലഹാസൻ ആ പഴയ മോഡ് തിരിച്ചു പിടിച്ച്, സിംബു ആയാലും നല്ല വൃത്തിക്ക് അഭിനയിച്ച്, എല്ലാവരും നല്ല രീതിക്ക് അഭിനയിച്ചു. നല്ലൊരു മൂവി, ഒരു ഭയങ്കര സിനിമ, ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആണ്. കാരണം ഇതിന്റെ DOP ക്യാമറ വർക്ക്, സിനിമാറ്റോഗ്രഫി ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അതെ അതെ, ഓരോ ഫ്രെയിമും എത്ര ക്ലോസപ്പ് ഷോട്ട്സ് ഉണ്ട്. അത് മാത്രല്ല മറ്റേ സ്റ്റണ്ടും ഈ മറ്റേ ഇതൊക്കെ കാണിച്ചിരുന്നത്, നമ്മുടെ ഈ വണ്ടിയിലുള്ള ഈ സംഭവമൊക്കെ അതൊക്കെ വളരെ നാച്ചുറൽ അല്ലേ. ഭയങ്കര മറ്റേ ഗ്രാഫിക്കോ വൃത്തിയോടൊന്നും ആക്കിയിട്ടില്ല, നല്ല നോർമൽ കൺവിൻസിംഗ് ആയിട്ട് നമ്മൾ തന്നെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ നിൽക്കുന്ന പോലത്തെ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ജോജു പ്രതീക്ഷിക്കാത്ത ഈ ഹൊറർ സിനിമയിൽ പറയുന്ന പോലെ ജംപ് സ്കെയർ എന്ന് പറയുന്ന പോലെ ഇതിലെ ആ ഓരോ എന്താ പറയാ സ്റ്റണ്ട് സീക്വൻസിലും അല്ലേ, ചേസസിലും ഒക്കെ ആ ജംപ് സ്കെയർ പോലത്തെ സാധനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓർഗാനിക് ആയിട്ട് കുറെ. മാത്രല്ല ജോജു മലയാള സിനിമയിൽ അഭിനയം കിടലായിട്ട് അഭിനയിച്ചു അല്ലേ. സൂപ്പർ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞു പുള്ളിയുടെ എന്താ പറയാ ഇതെടുത്ത് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ എല്ലാവരുടെയും നെഗറ്റീവ് ഷെയ്ഡ് കാണിച്ചിരിക്കും പോലെ അല്ലേ. കൊള്ളാം, എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ. അപ്പം നല്ലൊരു സിനിമയായിരുന്നു ഗൈസ്, അടിപൊളി പടം. നമ്മളൊരു 3.5 ഞാൻ കൊടുക്കും. 4 എന്ന് പറയാൻ പറ്റില്ല, 3.5 അല്ലെങ്കിൽ ഒരു 3.6 അത്രയും കൊടുക്കും. അപ്പം ഈ രാവിലെ സിനിമ കണ്ടിട്ട് ഓരോ തീരെ കൊള്ളില്ലെന്ന് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് പറയുന്ന ആൾക്കാരെ കേട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കില്ല. നല്ല പടമാണ്, കണ്ടു നോക്കുക, കണ്ടിട്ട് അവരവരുടെ അഭിപ്രായം പറയാം. നമുക്ക് വർക്കായി അത്രേ ഉള്ളൂ അല്ലേ. നമുക്ക് തിയേറ്ററിൽ പോയി കാണാം, നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം ഗൈസ്, സൂപ്പർ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, നമുക്ക് കാണാം. താങ്ക് യു ഗൈസ്, പീസ്. ഞാൻ ഒന്നും കൂടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് പിന്നെയും വന്നിരിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രേ ഉള്ളൂ, നിസ്സാര കാര്യം. ഞാൻ പണ്ടേ എന്താ പറയുക, നമ്മളാരും പണ്ടേ, ഞാനും എൻ്റെ ഫ്രണ്ട്സ് നമ്മളാരും പണ്ടേ ഈ റിവ്യൂസ് കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഇല്ല. ഇപ്പോൾ റിവ്യൂസ് കേൾക്കാൻ പോകാറില്ല, സത്യം പറഞ്ഞാൽ റിവ്യൂസ് കേൾക്കാൻ പോകാറില്ല. പിന്നെ ആരെങ്കിലും റിവ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഈ ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ അറിയാതെ റിവ്യൂസൊക്കെ കണ്ടുപോകും, മനസ്സിലായില്ല. പക്ഷേ അതുകൊണ്ട് അത് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്ത് സിനിമ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ അതാലോചിച്ച് സിനിമ പോയി കാണുന്ന പരിപാടിയില്ല. അപ്പം നിങ്ങളും അത് ചെയ്യരുത്. കാരണം ഈ റിവ്യൂസ് എന്ന് പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്, അവരവരുടെ സ്വന്തം അഭിപ്രായമാണ്. അപ്പം അത് എപ്പോഴും തെറ്റാം, ശരിയാ തെറ്റാം. പിന്നെ നമുക്കായാലും ഇപ്പോൾ നമുക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് പോയി കാണുമ്പോൾ ഇഷ്ടപ്പെടാം, നമുക്ക് ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാം, എന്തും ആവാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ റിവ്യൂസൊക്കെ കേൾക്കാൻ മുമ്പ് നിങ്ങൾ തന്നെ പോയി സിനിമ കാണുക, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയുക. ഓക്കെ, അപ്പം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്, ഇപ്പം ശരിക്കും വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം അൺടിൽ നെക്സ്റ്റ് ടൈം, ഫ്രീക്ക് ജീസസ് സൈനിങ് ഓഫ്.